കോൺഗ്രസിലെ വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്നുള്ള ആശങ്ക ഘടകകക്ഷികളടക്കം UDF യോഗത്തിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. ലീഗ് ഈ വിഷയത്തിനകത്ത് ഉള്ള അതൃപ്തി, ഈ തരത്തിൽ നേതാക്കന്മാരെ നടത്തുന്ന പ്രസ്താവനകൾ, അതുമായി ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക വ്യക്തമാക്കിയിരുന്നു. ഇത് കൃത്യമായി പരിഹരിക്കണമെന്ന് ദേശീയ നേതൃത്വം ഇടപെടണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നടക്കുന്ന ഈ കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളിലും ഒരു തീരുമാനമുണ്ടായേക്കും. അധ്യക്ഷനെ മാറ്റിയേക്കില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം അതൊരു അനാവശ്യ കാര്യമായിരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് എന്നുള്ളൊരു അഭിപ്രായം സംസ്ഥാനത്തെ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനമുണ്ടാകുമോ? മറ്റൊന്ന് വളരെ പ്രധാനമായിട്ടുള്ളത് ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. ശശി തരൂരും പങ്കെടുക്കുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ. ദേശീയ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലും കൂടുതൽ പ്രധാനപ്പെട്ട ചുമതലകൾ ശശി തരൂരിന് നൽകി ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കാനുള്ള, ഒരു അനുനയിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നേക്കും ഹൈക്കമാൻഡ് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, എത്രത്തോളം നിർണായകമാകുന്നുണ്ട് ഈ കൂടിക്കാഴ്ച? പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അപ്പുറത്തേക്ക് ഈ ഉയർന്ന വിവാദങ്ങളൊക്കെ അത് ഏത് തരത്തിലുള്ള ഒരു അനുനയം ഉണ്ടാക്കുക, പരസ്യ പ്രസ്താവനകളിലേക്ക് കടക്കാതെ നേതാക്കന്മാരെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നുള്ളത് തന്നെയാണോ, പ്രത്യേകിച്ച് ശശി തരൂർ വിവാദമടക്കം? ഈ സമീപകാലത്ത് ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ ദേശീയ തലത്തിൽ തന്നെ വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ മുഴുവൻ ഡൽഹിയിലേക്ക് ഒന്നിച്ച് വിളിപ്പിച്ച് ചർച്ച നടത്താനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർണായക തീരുമാനമുണ്ടായത്. അങ്ങനെയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർക്കൊക്കെ ഇന്ന് ഡൽഹിയിലെത്താനുള്ള നിർദ്ദേശം ലഭിച്ചത്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രം അദ്ദേഹത്തിന്റെ നിലപാട് കോൺഗ്രസ് അധ്യക്ഷനെ വിശദമായ ഒരു കത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റുള്ളവരൊക്കെ ഡൽഹിയിലെത്തി 4 മണിക്ക് AICC ആസ്ഥാനത്ത് നടക്കുന്ന ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമാകുമെന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അവിടെ പ്രധാനമായി ഈ ശശി തരൂർ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബോധപൂർവം അവഗണിക്കുന്നതിനുള്ള ഒരു നീക്കം നടക്കുന്നുവെന്നാണ്. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം അദ്ദേഹം അത് വ്യക്തമാക്കിയതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തരൂരിനു വേണ്ടി ഇടതുപക്ഷത്ത് നിന്നടക്കം വലിയ തരത്തിൽ സ്വാഗതം ഊതിക്കൊണ്ടുള്ള പരസ്യമായ പ്രതികരണങ്ങൾ വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം ഗൗരവത്തോടെ തന്നെയാണ് കണ്ടത്. അങ്ങനെയാണ് തരൂരിനെ നിർണായകമായ ഒരു പദവിയിലേക്ക് ആ ഒരു ചർച്ചയിലേക്ക് വൈകിട്ട് 4 മണിക്ക് കടക്കുമ്പോഴും ശശി തരൂരിനെതിരായിട്ടുള്ള ഒരു പ്രതികരണവുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് P കുര്യൻ എത്തിയിരിക്കുന്നു ഡൽഹിയിൽ എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്ന? ശശി തരൂരിനെ വന്നുടനെ പുള്ളി വിദേശത്ത് ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി UN സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു, പരാജയപ്പെട്ട് വന്ന ഉടൻ നമ്മളിവിടെ MP ആക്കി. നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി. അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം വീണ്ടും ഉടനെ മന്ത്രിയാക്കി. അതൊരു വലിയ ഫേവറാ, സാധാരണ MP മാർക്ക് കിട്ടുന്നതല്ല. രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മന്ത്രിയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും സീറ്റ് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാക്കി. അല്ലാതെ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത്? അപ്പൊ ശശി തരൂരിന്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പ്രവർത്തിക്കട്ടെ, ആര് തടയുന്നു? ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു സ്ഥാനവുമില്ല. ഞാനിപ്പോ രാഷ്ട്രീയ സമിതി അംഗമെന്നേ ഉള്ളൂ. ഞാൻ പൂർണ്ണമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ എന്താ തടസ്സം? അദ്ദേഹം MP ആണ്, പ്രഗത്ഭനാണ്, നല്ല പ്രസംഗകനാണ്. അദ്ദേഹത്തിന് നേതൃത്വ ഗുണങ്ങളുള്ള ആളാണ്, ഡിപ്ലോമസി ഉണ്ട്. അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല. വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, അത്തരത്തിലുള്ള ഒരു അവഗണന ഉണ്ടായിട്ടില്ല എന്ന്
ഉള്ള പി ജെ കുര്യന്റെ പരാമർശമാണ്. പക്ഷേ ഇങ്ങനെ ഒരു നിർണായക കൂടിക്കാഴ്ചയൊക്കെ നടത്തുമ്പോഴും പി ജെ കുര്യൻ അടക്കമുള്ളവർ ശശി തരൂരിന്റെ ഈ വാദങ്ങളൊക്കെ തള്ളുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂടുതൽ പ്രാധാന്യം ശശി തരൂരിന് കിട്ടിയേക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ പി ജെ കുര്യനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ ഏത് തരത്തിലുള്ള അലയൊലികളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഡാൻ. അപർണ, പി ജെ കുര്യൻ മാത്രമല്ല ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ശക്തമായ നിലപാടുമായി തരൂരിനെതിരെ ആദ്യഘട്ടത്തിൽ ഈ ലേഖന വിവാദം ആദ്യമായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണവുമായി കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ രംഗത്തെത്തിയതാണ്. പക്ഷേ അതിനുശേഷം അതുണ്ടാക്കുന്ന അപകടം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഇടത് നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളൊക്കെ അത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ തരൂർ വിവാദത്തിൽ പ്രകോപനമുണ്ടാക്കുന്ന നിലപാടുകളിലേക്ക് നേതാക്കൾ കടക്കരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ടാമത് കഴിഞ്ഞ ഞായറാഴ്ച സമാനമായ തരത്തിൽ പോഡ്കാസ്റ്റിൽ നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ എന്ന് പറഞ്ഞ് രണ്ടാമതും ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അവിടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനടക്കം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ഇനി അധികാരത്തിലെത്താൻ കഴിയില്ല, അതിന് പാർട്ടിക്കും രാഷ്ട്രീയത്തിനും അതീതമായ വോട്ടുകൾ കൂടി നേടേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ അഭിമുഖത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതടക്കം വലിയ ചർച്ചയായി മാറി. പക്ഷേ അവിടെ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് മുതിർന്ന നേതാക്കൾ കടക്കാതിരുന്നത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ കൃത്യമായ ഇടപെടൽ കാരണമാണ്. പക്ഷേ അപ്പോഴും തരൂരിനോടുള്ള വിയോജിപ്പ് ദേശീയ നേതൃത്വത്തെ പല മുതിർന്ന നേതാക്കളും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ തരൂരിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുമ്പോട്ട് പോയാലുണ്ടാക്കുന്ന ദോഷകരമായ സാഹചര്യത്തെക്കുറിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോർമുല, തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ഫോർമുല, അദ്ദേഹത്തെ കൂടി നേതൃത്വത്തിനൊപ്പം സജീവമാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന തരത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിയതെന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളടക്കം കെട്ടടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ പ്രധാനപ്പെട്ട ചുമതല. അപ്പോഴും തരൂര് ലക്ഷ്യമിടുന്നത് എന്താണെന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ താൽക്കാലികമായിട്ടുള്ള ഒരു അനുനയിപ്പിക്കൽ, അതാണോ ആ തരത്തിൽ പ്രശ്നം പരിഹാരം ഉണ്ടാകുമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെങ്കിലും കരുതുന്നുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പും തരൂരുമായി ഒരു തരത്തിലും ബന്ധിപ്പിക്കാനാവില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യവുമല്ല. അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് വിശാലമായ ചില ആഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കളുടെ ആശങ്ക അദ്ദേഹം മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ടാണോ ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. പക്ഷേ അതേസമയം ദേശീയ തലത്തിലും അദ്ദേഹം അവഗണന നേരിട്ടുവെന്ന് കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധിയോട് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യപ്പെടണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം, നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഏത് പദവി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഏത് ചുമതല നൽകിക്കൊണ്ട് നേതൃത്വത്തിനൊപ്പം ചേർത്ത് നിർത്താനുള്ള തീരുമാനമായിരിക്കും ഹൈക്കമാൻഡിനെ സ്വീകരിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അവിടെ പാർലമെന്റിലെ ചർച്ചകളിലടക്കം ശശി തരൂരിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അല്ലെങ്കിൽ തരൂരിന്റെ ഇടപെടൽ കൂടുതൽ സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരുമായി ആഴ്ചകൾക്ക് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ പരിഭവങ്ങൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കാര്യത്തിൽ തരൂരിനെ കൂടി അനുനയിപ്പിച്ച് നേതൃത്വത്തിനൊപ്പം നിർത്തുന്നതിനുള്ള ഒരു ഇടപെടൽ രാഹുൽ ഗാന്ധി തന്നെ മുൻകൈയെടുത്ത് നടപ്പിലാക്കുമെന്ന് മനസ്സിലായത്. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ മുഴുവൻ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള നിർണായകമായ തീരുമാനം ഹൈക്കമാൻഡ് ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകി.